ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഫെനലോസിസ് ഓർക്കിഡ് വുഡിൽ മൗണ്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഫെനലോസിസ് ഓർക്കിഡ്സൊക്കെ പോട്ട് ചെയ്യാറുള്ളത് ഇതുപോലെ മൺചട്ടികളിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചട്ടികളിലും ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് അതിനകത്തൊക്കെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ തടികളിലും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ഓർക്കിഡ്സും ഇതുപോലെ തന്നെ തടികളിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഡെൻഡ്രോബിയ ഓർക്കിഡ്സാണ് തടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. തടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഫെനലോസിസ് പോട്ടിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇതുപോലുള്ള പോട്ടുകളിലൊക്കെയാണ് സാധാരണ രീതിയിൽ വെക്കാറുള്ളത്. അപ്പം തടികൾ സെറ്റ് ചെയ്യുന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോട്ടുകളിൽ സെറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഈ തടികൾ സെറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് പ്ലാന്റ്സിന് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം തടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ തടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെനലോസിസ് ഓർക്കിഡ്സ് ആണ്. വേണ്ടോ അതിനകത്തുനിന്ന് ഫ്ലവർ സ്പൈക്കൊക്കെ വന്ന് പൂക്കളൊക്കെ വന്നതിന് ശേഷം പുതിയൊരു കിക്കിയും വരുന്നുണ്ട്. അപ്പോൾ ആ പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നത് കണ്ടോ, നല്ല രീതിയിൽ റൂട്ട് എല്ലാത്തിലും കയറി പിടിച്ച് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. ഇതൊരു കുഞ്ഞു തൈ ഇതിൽ നിന്ന് വന്ന തൈ ഞാൻ അടർത്തി വെച്ചതാണ്. അത് നല്ല രീതിയിൽ ഗ്രോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡാമേജ് ആയ പ്ലാന്റ്സ് ഇതുപോലെ തന്നെ പോട്ട് ചെയ്യാം. ഡാമേജ് ആയതൊക്കെ ചെറിയ രീതിയിൽ അഴുകിലൊക്കെ വന്ന് പ്ലാന്റുകൾ നമുക്ക് രക്ഷിച്ചെടുക്കാനും നമുക്ക് ഇതുപോലെ തടിയില്ല നാച്ചുറലായിട്ട് വെച്ചിട്ട് ഒരു പോട്ടിങ് മീഡിയം വേണ്ടല്ലോ, വെള്ളം കെട്ടി നിൽക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാം. നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ ഞാനിത് മൗണ്ട് ചെയ്തിട്ട് ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു മരത്തിൻ്റെ തണലിലാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഫെനലോസിസ് ഇടാറില്ല. ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് ഡാമേജ് ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോട്ടുകളിൽ വെക്കുകയാണെങ്കിൽ പ്ലാന്റുകൾ പോട്ടിങ് മീഡിയയിൽ നമ്മൾ വെള്ളം കൂടുതൽ തൊണ്ടൊക്കെ വെക്കുകയാണെങ്കിൽ മോസ് വെക്കുകയാണെങ്കിലൊക്കെ വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്തിരിക്കും. പക്ഷെ നമുക്ക് ഇതുപോലെ തടികളിലൊക്കെ മൗണ്ട് ചെയ്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടുകയാണെങ്കിൽ അതിനകത്ത് പോട്ടിങ് മീഡിയം ഒന്നുമില്ല. അപ്പം വെള്ളം കൂടുതലായിട്ട് പിടിച്ചിരിക്കും, ചെടി അഴുകി പോകുന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഏത് മഴയത്തും ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വേറെ പ്ലാന്റ് ഇതുപോലെ തടിയിൽ മൗണ്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഗ്രോ ആയിട്ടുണ്ട്. ഇത് ചെറിയൊരു ഡാമേജ് വന്ന പ്ലാന്റ് ആയിരുന്നു. അത് ഞാൻ ഇതുപോലെ വെച്ചപ്പം പുതിയ തൈ കിളുത്ത് വന്നതാണ് കേട്ടോ. അപ്പം ഞാനിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു തടിയിലാണ് കേട്ടോ. അപ്പോൾ തടി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പം മുറിച്ചിട്ട് പുതുതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള തടികൾ എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. മഴയും വെയിലും ഒക്കെ കൊണ്ട് കുറച്ച് നാൾ പഴകിയ തടികളാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്ലാന്റ്സ് വെക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ കിടക്കുന്ന തടിയുടെ ആ തൊലി ഉണ്ടല്ലോ, ആ ബാർക്ക് ഭാഗം നല്ല പോലെ അങ്ങ് ഇളക്കി കളഞ്ഞില്ലെങ്കിൽ പറ്റുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് ഇപ്പം ആ തൊലിയുടെ മുകളിൽ പ്ലാന്റ് ചെയ്തെന്ന് വെച്ചോ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് തടി എന്തായാലും ഉണങ്ങുന്ന സമയത്ത് അതിൻ്റെ തൊലി ഇളകി വരുമ്പോൾ നമ്മുടെ ഈ റൂട്ട് പിടിച്ചിരിക്കുന്നത് ആ തൊലിയിനകത്താണ്. അപ്പോൾ അത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ആ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് വെച്ച് പ്ലാന്റ് കെട്ടാനായിട്ട് കേട്ടോ. അപ്പം ഞാനിത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ടെടുത്ത് നല്ലൊരു പഴകിയ ഒരു പ്ലാന്റിൻ്റെ ഒരു ചെടിയുടെ സ്റ്റമ്മാണ്, റൂട്ട് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാനത് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ചെടിച്ചട്ടിനകത്ത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സിമെൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേ ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് മഴയത്തൊക്കെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിതിനകത്ത് കറക്റ്റ് രീതിയിൽ ഇപ്പോൾ നമുക്ക് വെക്കാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, തടി എടുക്കുമ്പോൾ അതിനകത്ത് ചെറിയ രീതിയിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ചെതൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മണ്ണും ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ചെറിയ ഡ്രമ്മിലോ ക്യാനിലോ ഒക്കെ അങ്ങ് നമ്മൾ എടുക്കാനുള്ള തടി അങ്ങ് കുറച്ച് നാൾ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിലാവും. അപ്പം മണ്ണ് കൂടുതലായിട്ടിരുന്ന ചെതലൊക്കെ വന്നിട്ട് പിന്നെ അതൊക്കെ നശിച്ചു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ തടികളെടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പോൾ പോട്ട് ചെയ്യുന്നത് നമ്മുടെ ഫെനലോസിസ് ഓർക്കിഡ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഫെനലോസിസ് ഓർക്കിഡ്സ് ആണ്. ഫെനലോസിസ് ഓർക്കിഡ്സിൻ്റെ മെച്ചോ പ്ലാന്റ്സ് ആണ് ഞാൻ എടുക്കുന്നത്. തൈകളല്ല, മെച്ചോ പ്ലാന്റ്സ് ആണ്. ബഡൊക്കെ വരാറായ പ്ലാന്റുകളാണ്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പുറത്തുനിന്ന് പ്ലാന്റ്സ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മോസിനകത്താണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മോസ് നല്ല രീതിയിൽ അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റണം ഫസ്റ്റ് നമുക്ക്. അപ്പോൾ ഒന്നിൽ നമുക്കിതിങ്ങനെ ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കണ്ടോ, ഇത് മൊത്തം മോസിനകത്ത് ഇങ്ങനെ വേര് ചുറ്റി പിടിച്ചായിരിക്കുന്നത്. അപ്പോൾ പയ്യെ റൂട്ട്സ് ഒന്നും ഡാമേജ് ആവാതെ നമുക്ക് ഫസ്റ്റിൽ ആ മോസ് എല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ആദ്യം വേണ്ടത്.
അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ മോസിലൊക്കെ നമ്മൾ വെക്കുമ്പോഴ സമയത്താണെങ്കിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. പ്രത്യേകിച്ച് മഴയുള്ള സമയത്താണെങ്കിലും ചൂടുള്ള സമയത്താണെങ്കിലും ഡെയിലി ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മോസിനകത്ത് ഒരുപാട് വെള്ളം പിടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്ലൈമറ്റിൽ ഈ മോസിലൊന്നും ഒരുപാട് വെക്കാതിരിക്കുന്നത് നല്ലത്. ചെറിയ രീതിയിലൊക്കെ മോസ് വെച്ചോ, ഒരുപാട് മോസ് മാത്രം ഇട്ട് വെക്കരുത്. അപ്പോൾ ഫെനലോസിസിൻ്റെ എൻ്റെ കെയറൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. എന്നാലും നമ്മളെ ഈ മോസ് ഇളക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഫെനലോസിസ് ഓർക്കിഡ്സിൻ്റെ ജസ്റ്റ് ഒന്ന് കെയർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഫെനലോസിസ് ഓർക്കിഡ്സ് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടാത്ത ഒരു ഓർക്കിഡാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ തടികളിലോ മരങ്ങളിലോ ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷേ നമുക്ക് ചെടിച്ചട്ടികളിൽ, ഇപ്പം മരങ്ങളൊന്നും ഇല്ലാത്തവർ ചെടിച്ചട്ടികളിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഫ്ലവറിൻ്റെ കൂടുതൽ നാൾ ഫ്ലവേഴ്സ് നിൽക്കുന്ന നല്ല ബിഗ് ഫ്ലവേഴ്സും അത് തന്നെ മിനിയേച്ചർ വെറൈറ്റി ഒക്കെ തന്നെ നമ്മുടെ ഫെനലോസിസിനകത്ത് കിട്ടുന്നുണ്ട്. ഒരുപാട് കളർ വെറൈറ്റീസ് കോമ്പിനേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ ഫെനലോസിസ് എന്ന് പറയുന്നത്. അപ്പം ഇത് പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട. ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലീഫ് ബേണായിട്ട് പ്ലാന്റ് ഡാമേജ് ആയി പോകും കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് വേണം. തീരെ വെളിച്ചമില്ലാത്തടത്ത് കിടന്നാലും ഫ്ലവറിങ് ആവില്ല കേട്ടോ. പിന്നെ എപ്പോഴും ഒരു കൂൾ ക്ലൈമറ്റ് അറേഞ്ച് ചെയ്യാൻ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ് ഫ്ലവറിങ് ആവുകയുള്ളൂ. ഒരു കൂടുതൽ ബ്രൈറ്റ് വെട്ടം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ചൂടായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണത്, ബ്രൈറ്റ് ലൈറ്റിലൊക്കെ കൊണ്ടിട്ട് ഫ്ലവേഴ്സ് ആവുന്നില്ല. അപ്പം ചൂട് കൂടുതൽ ഏൽക്കാതിരിക്കാനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫ്ലവേഴ്സ് നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ നിൽക്കുന്ന പ്ലാന്റ്സിനകത്തെല്ലാം നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് സ്പൈക്കുകളും വരാറുണ്ട്, നല്ല ഫ്ലവേഴ്സും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ കണ്ടോ, മോസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് വേറൊന്നും ഡാമേജ് ആയിട്ടില്ല. നമ്മൾ ആ മോസ് മാത്രം എടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഡെഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ റൂട്ടുകളുണ്ടെങ്കിൽ നമ്മളതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഡെഡ് ആയിട്ടുള്ള റൂട്ട്സ് ഒന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാം നല്ല ഹെൽത്തി റൂട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളം നനച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട്. നമ്മൾ വെള്ളം നനച്ച് കഴിയുമ്പോൾ നല്ല ഗ്രീൻ കളറാവും കണ്ടോ. നല്ല ഇപ്പോൾ ഒരു വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്, നല്ല ഹെൽത്തി റൂട്ട്സാണ്. അപ്പോൾ ഇനി ഇത് മൗണ്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഞാൻ വേറെ മോസ് എടുക്കുന്നില്ല. ഈ മോസ് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഈ മോസ് ഞാൻ ഇടയ്ക്ക് നമുക്ക് ഈ പ്ലാന്റ് വെച്ചിരിക്കുമ്പോൾ ഞാനത് ഇടയ്ക്ക് ഫംഗിസൈഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഫംഗിസൈഡ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് മോസ്, ഇപ്പം നിങ്ങളിൽ അഥവാ ഈ മോസ് ഇല്ല എങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ തൊണ്ട് മതി കേട്ടോ. നമ്മുടെ തൊണ്ട് മതി. ഇത് ഞാൻ കറയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് കറയൊക്കെ കളഞ്ഞ് തൊണ്ടാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ കുറച്ച് നമ്മൾ ഈ ചകിരിയായിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ച് അങ്ങ് അടർത്തി കളയാം. ഇപ്പോൾ വെള്ളത്തിൽ ഇട്ടിരുന്നതുകൊണ്ട് നമുക്ക് അടർത്തിയെടുക്കാൻ എളുപ്പമാണ് കണ്ടോ. ഇതുപോലെ കുറച്ച് ഭാഗം കണ്ടോ, ഈ ഒരു ചോറുള്ള ഭാഗം കുറച്ചങ്ങ് അടർത്തി കളയുക. തീരെ മൊത്തം അങ്ങ് അടർത്തി മാറ്റണ്ട. ആ ഭാഗം അടർത്തിയിട്ട് നമ്മൾ കുറച്ചുകൂടെ വലിയ തൊണ്ടെടുക്കുക. ഇപ്പോൾ ഇതെൻ്റെ കുഞ്ഞായിരിക്കുന്നത്, ഇതിങ്ങനെ വെക്കുക കണ്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പം വെക്കുമ്പോൾ ഒന്ന് ചരിച്ചാണ് ഞാൻ വെക്കുന്നത് കണ്ടോ. ഇങ്ങനെ ചരിച്ച് വെക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ചെയ്യുമ്പോൾ ഇത് പിടിച്ചിട്ട് കഴിയുമ്പോൾ കുഴപ്പമില്ല. നമ്മളല്ലാതെ വാട്ടർ ചെയ്യുന്ന സമയത്ത്, പിടിക്കുന്നവരെ നമ്മൾ വാട്ടർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂമ്പിൽ വെള്ളം തങ്ങി നിൽക്കും. വെള്ളം തങ്ങി നിന്നിട്ടുള്ള പ്രശ്നം ഫെനലോസിസിന് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന പ്രശ്നമാണ് ചീയൽ. അപ്പോൾ പലരും പറയും, എനിക്കും അനുഭവത്തിലുണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്ലാന്റുകൾ ആദ്യമൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ചെയ്യുമ്പം ഹോസിട്ടൊക്കെ വാട്ടർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തുഞ്ച് ഭാഗം, അതിൻ്റെ കൂമ്പ് ഭാഗത്ത് വെള്ളം നിന്നിട്ടോ വളങ്ങൾ നിന്നിട്ടോ നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കുന്നതൊക്കെ നിന്നിട്ട് അതങ്ങ് ചീഞ്ഞ് പോവാറാണ് ചെയ്യുന്നത്. പിന്നെ പ്ലാന്റ് രക്ഷപ്പെടുന്നത് അതൊക്കെ ഒരു ഭാഗ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കാറുണ്ട്. ഇപ്പം പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇങ്ങനെ വരുന്നതൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാറുണ്ട്. അപ്പോൾ അതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ നമ്മൾ ചീഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം ഒന്നും അവിടെ തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചരിച്ചാണ് ഇതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തൊണ്ട് വെച്ച് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്കിതുപോലെ മോസ് വെച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ മോസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മോസ് ഒരുപാട് എടുക്കില്ല, കുറച്ച് മോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ കയറിനൊന്നും ആവശ്യമില്ല.
ഒരു ചെറിയ എന്തെങ്കിലും ഒരു ടൈ ചെയ്യാനുള്ള ഇത് മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്ത് കളയും, ഒന്ന് കട്ട് ചെയ്ത് കളയും. ആ ടൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറലായിട്ട് തന്നെ അതിൻ്റെ വേര് ഉപയോഗിച്ച് ഇതിൽ മൊത്തം കവർ ചെയ്തോളും, നല്ല രീതിയിൽ ഗ്രോ ആവും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കയറൊന്നും എടുക്കാതെ നമ്മളെ വീട്ടിൽ വേസ്റ്റ് വന്ന തുണി, ഷോളിൻ്റെയൊക്കെ തുണികൾ കാണുമല്ലോ, സാരിയോ ഷോളോ ഒക്കെ തുണികൾ കാണും, അത് നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ടാണ് കെട്ടിക്കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പോലും അത് നാച്ചുറലായിട്ട് അതങ്ങ് വിട്ടുപൊക്കോളും കേട്ടോ. അപ്പോൾ പ്ലാന്റിന് വലിയ ദോഷമൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്കിത് മൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ കുറച്ച് മോസ് എടുത്ത് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ആ ഫിക്സ് ചെയ്യുന്ന ഭാഗത്ത് കുറച്ചിങ്ങനെ മോസ് വെക്കും, അതിനകത്തൊന്ന് പിടിച്ചിങ്ങനെ തണുപ്പ് പറ്റിയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മോസ് ഈ മുകൾ ഭാഗത്തും കൂടി വെച്ച് കൊടുത്തിട്ട്, ഒരുപാടാവില്ല, കുറച്ച് മോസ് വെച്ച് കൊടുത്തിട്ട് ആണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചരിച്ച് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് കൊണ്ട് വേണം നമ്മൾ കെട്ടാനായിട്ട്. പ്ലാന്റിന് കൂടുതൽ ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വേണം, വേരൊന്നും ഡാമേജ് ആവരുത്, ആ രീതിയിൽ വേണം നമ്മളിത് കെട്ടിക്കൊടുക്കാൻ. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ആദ്യം നമ്മൾ ടൈ ചെയ്യുന്ന സമയത്ത് അത് ടൈറ്റ് ചെയ്തിരിക്കണം. നമ്മൾ വെള്ളമൊന്നും കൊടുക്കുമ്പോൾ അത് ഇളകിപ്പോവരുത്, അതനുസരിച്ചിട്ട് വേണം. എന്നാൽ പ്ലാന്റിന് ഡാമേജ് ആവാനും പാടില്ല കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ കെട്ടിക്കൊടുത്തിരിക്കുന്നുണ്ടോ. ഇതിപ്പോൾ നിപ്പുണ്ട്, അത്യാവശ്യം മോസും എല്ലാം വെച്ചിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇവിടെ അധികം വെള്ളം നിൽക്കില്ല. മഴ നമുക്ക് ഡയറക്റ്റ് മഴയത്ത് വെക്കാം, കൂമ്പിൽ വെള്ളം തങ്ങി നിൽക്കില്ല, അതങ്ങ് ഈ സൈഡിലേക്ക് അങ്ങ് ഒലിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതേ നമ്മുടെ പ്ലാന്റ് എല്ലാം മൗണ്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു 9 പ്ലാന്റ് ഞാനിപ്പം ഓൾറെഡി മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്പേസ് ഉണ്ട്, എൻ്റെ ബാക്ക് സൈഡ് എല്ലാം സ്പേസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും പ്ലാന്റ് ആണുള്ളത്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഭംഗിയുണ്ട്. അത് മാത്രമല്ല, ഇപ്പം 9 പ്ലാന്റ് നമ്മൾ വെക്കണമെങ്കിൽ 9 പോട്ട് വേണം, അതിൻ്റെ പ്ലാന്റിങ് മെറ്റീരിയൽ വേണം, കാര്യങ്ങളെല്ലാം വേണം. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പണി തീർന്നു. നല്ല ഒരു ഡെക്കറേറ്റീവായിട്ടൊക്കെ നമുക്ക് വെക്കാം. നാച്ചുറലായിട്ട് തന്നെ പ്ലാന്റ് ഗ്രോ ആയിക്കോളും. തടിയിലാകുമ്പോൾ നമ്മളറിയാലോ, ഓർക്കിഡ്സ് എല്ലാം തന്നെ നമ്മൾ തടികളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ളതാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഡിഫറെൻ്റായിട്ട് ഓർക്കിഡ്സൊക്കെ ഒന്ന് മൗണ്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.